എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 32ാമത്തെ കഥയുടെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ 6ാമത്തെ സഹോദരൻ ഷക്കാഷിക്കിന്റെ കഥ. തുന്നൽക്കാരൻ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ദേഷ്യപ്പെടുന്നിടത്താണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. തുന്നൽക്കാരൻ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: പകൽ മുഴുവൻ നിങ്ങൾ ഇഷ്ടം പോലെ അലഞ്ഞു തിരിയുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു. ഇന്ന് എന്നെ പുറത്തു കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ന്യായാധിപനെ കൊണ്ട് വിവാഹമോചനത്തിന് അപേക്ഷിക്കും. തുന്നൽക്കാരൻ അപ്പോൾ പറഞ്ഞു: ഞാൻ കുടുംബകലഹം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഉടനെ ഭാര്യയെയും കൂട്ടി നടക്കാനിറങ്ങി. ഇരുട്ടുന്നതുവരെ പൂന്തോട്ടത്തിലും തെരുവുകളിലും ചുറ്റി നടന്നു. തിരിച്ചു പോരുമ്പോഴാണ് കൂനനെ കാണുന്നത്. അവനാണെങ്കിലോ കുടിച്ചു കൂത്താടുകയായിരുന്നു. ആ കോമാളിത്തം കണ്ട് ഞാനും എൻ്റെ ഭാര്യയും നേരം പോക്കിനായി അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. പരപുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത എൻ്റെ ഭാര്യ കൂനനെ ഒരു പുരുഷനായി കണക്കാക്കിയില്ല. പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് അങ്ങയ്ക്കറിയാം. എൻ്റെ ഭാര്യ തമാശയായി ഒരു മീൻ കഷ്ണം അവൻ്റെ വായിൽ കുത്തിത്തിരുകി. അവൻ ശ്വാസം മുട്ടി മരിച്ചു. ഞങ്ങൾ അവൻ്റെ ശരീരം യഹൂദ വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. അയാൾ അത് അടുത്ത വീട്ടിലെ അടുക്കളയിലേക്ക് തള്ളി. അവിടെ നിന്ന് ക്രിസ്ത്യൻ ദല്ലാൾ ഏറ്റെടുത്തു. ദയാവാരിധിയായ മഹാരാജൻ, അങ്ങയുടെ വിദൂഷകന്റെ കഥയേക്കാൾ വിചിത്രവും വിസ്മയകരവുമാണ് ക്ഷുരകന്റെയും സഹോദരന്മാരുടെയും കഥ എന്ന് അങ്ങ് സമ്മതിക്കുമല്ലോ. തുന്നൽക്കാരൻ പറഞ്ഞു നിർത്തിയപ്പോൾ രാജാവ് ചോദിച്ചു: തുന്നൽക്കാരാ, നിങ്ങൾ പറഞ്ഞ കഥ എൻ്റെ ഭാഗ്യഹീനനായ വിദൂഷകന്റെ ജീവിതകഥയേക്കാൾ വിചിത്രമാണെന്ന് സമ്മതിക്കാം. അതിരിക്കട്ടെ, നിങ്ങളുടെ കഥയിലെ നായകനായ ക്ഷുരകൻ ഇപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ? നിങ്ങൾ 4 പേരുടെയും വിധി നിർണയിക്കുന്നതിന് മുമ്പ് അയാളെ എനിക്ക് കാണണം. അത് കഴിഞ്ഞ് വേണം വിദൂഷകന്റെ ശവസംസ്കാരം നടത്താൻ. ഇവൻ ജീവിതകാലം മുഴുവൻ നമ്മെ സന്തോഷിപ്പിച്ചു. മരിച്ചപ്പോഴും രസകരമായ കുറേ കഥകൾ കേൾക്കാൻ ഇടവരുത്തി. അതുകൊണ്ട് ഇവന്റെ ഓർമ്മയ്ക്കായി മനോഹരമായൊരു ശവകുടീരം പണിയിക്കണം. രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മന്ത്രി ക്ഷുരകനെ മോചിപ്പിച്ച് കൊണ്ടുവന്നു. രാജാവ് അയാളെ സൂക്ഷിച്ചു നോക്കി. കറുത്ത മുഖം, വെളുത്ത താടി, നീണ്ട മൂക്ക്, ഉദ്ദേശം ഏതാണ്ട് 90 വയസ്സ് പ്രായം കാണും. ആ കിഴവന്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിച്ചിട്ട് രാജാവ് പറഞ്ഞു: ഹേ മനുഷ്യ, നിങ്ങൾക്ക് നല്ല കഥകൾ അറിയാമെന്ന് കേട്ടു. ചിലത് പറയാമോ? രാജരാജൻ, അങ്ങ് കേട്ടത് തെറ്റല്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ ക്രിസ്ത്യാനിയും മുസൽമാനും യഹൂദനും കൂനന്റെ പ്രേതവും ഒന്നിച്ചിവിടെ വരാൻ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇവരെ തനിക്ക് പരിചയമില്ലല്ലോ, പിന്നെ താൻ എന്തിന് ഇവരെക്കുറിച്ച് അറിയുന്നു? അതായത്, ഞാൻ ഔചിത്യമുള്ളവനും എന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും തലയിടാത്തവനും ജിജ്ഞാസയില്ലാത്തവനുമാണെന്ന് ചിലർ അകാരണമായി ആരോപിക്കുന്നത് പോലെ വായാടിയല്ലെന്നും തെളിയിക്കാനാണ്. ക്ഷുരകന്റെ വാക്കുകൾ രാജാവിനെ പ്രീതിപ്പെടുത്തി. അദ്ദേഹം കൂനന്റെ കഥ അയാളോട് പറഞ്ഞു. കൂനന്റെ മരണകാരണം എന്താണെന്നറിഞ്ഞപ്പോൾ അയാൾ അപേക്ഷിച്ചു: അല്ലാഹ്, ഇതൊരു അപൂർവ സംഭവമാണല്ലോ. ഈ ശവത്തെ മൂടിയിരിക്കുന്ന തുണി ആരെങ്കിലും മാറ്റണേ. ഭൃത്യന്മാർ ശവത്തെ പൊതിഞ്ഞിരുന്ന തുണി മാറ്റി. ക്ഷുരകൻ അടുത്തു ചെന്ന് കൂനന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് ഏറെ നേരം സൂക്ഷ്മ പരിശോധന നടത്തി. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് വശം കെട്ടു ഒടുവിൽ അയാൾ പറഞ്ഞു: ഓരോ മരണത്തിനും ഓരോ കാരണമുണ്ട്. പക്ഷേ ഈ മരണത്തിനുള്ള കാരണം അതിവിചിത്രമാണ്. എന്ത് ഭ്രാന്താണ് താൻ പുലമ്പുന്നത്? രാജാവിന് ദേഷ്യം വന്നു. തിരുമനസിന്റെ തൃപ്പാദങ്ങളിൽ തൊട്ട് ഞാൻ ആണയിടുന്നു, ഈ കൂനൻ ഇതുവരെ മരിച്ചിട്ടില്ല. ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് ക്ഷുരകൻ അരപ്പട്ടയിൽ സൂക്ഷിച്ചിരുന്ന ഡപ്പിയിൽ നിന്നെടുത്ത തൈലം മൃതദേഹത്തിന്റെ കഴുത്തിൽ പുരട്ടി കുറെ നേരം തിരുമ്മി. എന്നിട്ട് ആ ഭാഗം തുണി കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ അവിടെ വിയർപ്പ് പൊടിഞ്ഞു. ഒരു ചവണ കൊണ്ട് ക്ഷുരകൻ തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന മീൻ കഷ്ണം വലിച്ചെടുത്തു. കൂനൻ ശക്തിയായി തുമ്മി. കണ്ണു തുറന്ന് അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് ചാടി എണീറ്റു. വിസ്മയസ്തംഭരായ കാണികൾ ക്ഷുരകനെ മുക്തകണ്ഠം പുകഴ്ത്തി. രാജാവ് അയാളെ അഭിനന്ദിച്ചു.
താൻ സമർത്ഥൻ തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിദ്യ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അൽ സാമിത്ത്, താൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പാവം ഇതിനു മുമ്പ് മണ്ണിനടിയിലായേനെ. വൈദ്യന്മാരിൽ വെച്ച് വൈദ്യനാണ് താൻ. വിദൂഷകന്റെ പുനർജന്മത്തെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം സ്വർണ്ണ ലിപികളിൽ എഴുതി കൊട്ടാരത്തിലെ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടിരുന്ന യഹൂദ വൈദ്യൻ, ക്രിസ്ത്യൻ ദല്ലാൾ, തുന്നൽക്കാരൻ, അടുക്കളക്കാരൻ എന്നിവരെല്ലാം കുറ്റവിമുക്തരാക്കപ്പെട്ടു. ഓരോരുത്തർക്കും രാജാവ് പട്ടുയുടെ ആടകൾ സമ്മാനിച്ചു. വിദൂഷകനും വിലപിടിച്ച സമ്മാനങ്ങൾ കിട്ടി. ക്ഷുരകന് സ്വർണ്ണ നിർമ്മിതമായ കത്രികയും രത്നങ്ങൾ പതിച്ച കത്തിയും പാരിതോഷികമായി നൽകിയതിനു പുറമെ അയാളെ കൊട്ടാര ക്ഷുരകനായി നിയമിക്കുകയും ചെയ്തു. ഈ കഥയിൽ പരാമൃഷ്ടരായ വ്യക്തികളെല്ലാം ചിരകാലം എല്ലാ സ്നേഹസംബന്ധങ്ങളെയും വിച്ഛേദിക്കുന്ന ആ അദൃശ്യ ശക്തിയുടെ ആഘാതമേൽക്കുന്നതുവരെ സസുഖം ജീവിച്ചു. ഹിന്ദുസ്ഥാനവും ചൈനയും ഉൾപ്പെടുന്ന ദ്വീപ സമൂഹങ്ങളുടെ അധീശനായ ഷഹരിയാർ രാജാവെ, ഈ കഥയേക്കാൾ രസകരവും അത്ഭുതകരവുമായ മറ്റൊരു കഥയുണ്ട്. സ്നേഹപ്രിയയുടെ കഥ. ഷഹറസാദ് പറഞ്ഞു. സ്നേഹപ്രിയയോ? അതാരാണ്? ഷഹരിയാർ ചോദിച്ചു. അപ്പോൾ ഷഹറസാദ് അടുത്ത കഥ പറയാൻ തുടങ്ങി. കാത്തിരുന്നോളൂ, ഞാൻ വരാം അടുത്ത കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.